ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിജി. അങ്ങനെ പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും ഒരു ഗ്യാപ്പൊക്കെ വന്നു, ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ ഫ്രഷ് ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാരി തന്നെയാണ്, ഇതാണ് സാരി. അപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വൈറ്റ് സാരീസ്, അതായത് വൈറ്റിൽ വരുന്ന പല മെറ്റീരിയൽസ്, പല കസവ് ബോർഡർ, പല ബോർഡേഴ്സ്, അങ്ങനെ വരുന്ന കുറച്ച് സാരീസാണ് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി. ഇത് ഒരു ലിനൻ, ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ മിക്സ് ആണ്. അപ്പോൾ ഇത് തനി കോട്ടൺ അല്ല, കുറച്ചൊരു പോളിസ്റ്റർ പോലത്തെ ഇത്തിരി ഒരു അങ്ങനെ നിൽക്കുന്ന ഒരു സാരി, ഒരു മെറ്റീരിയലാണ്. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ടസൽസ് ഉണ്ട്, ഇതിൻ്റെ ഗ്രീൻ കളറാണ് ഇതിൽ വരുന്നത്. ഇത് നല്ല രസമാണ് ഇതിൻ്റെ ഈ ഇത് കാണാൻ, ടസൽസ് ഒക്കെ കാണാൻ. ഇതിൻ്റെ അറ്റത്തും ഒരു ഗ്രീൻ ബോർഡർ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഓവർ ലുക്ക്, നല്ല രസമാണ്. അപ്പോൾ ഇത് സ്റ്റൈൽ ചെയ്യാം, നിങ്ങൾക്ക് ബ്രോക്കേഡ് ബ്ലൗസ് വെച്ച് സ്റ്റൈൽ ചെയ്യാം, കോട്ടൺ ബ്ലൗസ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇതിപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസാണ്, ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഇത് നല്ലൊരു എലഗൻ പീസാണ്, ഒരു ഡിഫറെൻറ്റ് ലുക്ക് നിങ്ങൾക്ക് തരുന്നൊരു സാരിയാണ്. കുറച്ച് ആക്സസറീസ് ഒക്കെ ചെയ്താൽ കുറച്ചുകൂടി ലുക്കായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി. ഹലോ, അപ്പോൾ ഇതാണ് സെക്കൻഡ് സാരി. സെയിം മെറ്റീരിയലാണ്, പക്ഷെ കോപ്പർ ബോർഡറാണ് ഇതിൻ്റെ കോപ്പർ ബോർഡറാണ്. ഇതിൽ വൺ സൈഡ് ബിഗ് ബോർഡറും മറ്റേ സൈഡിൽ ചെറിയ ബോർഡറുമായിട്ടാണ് വരുന്നത്. അപ്പം മെറ്റീരിയൽ സെയിം തന്നെയാണ്. അപ്പോൾ ഇതിന് കളർ ബോർഡർ വരുന്നില്ല, പകരം ഇതിനൊരു ബ്ലാക്ക് കളർ ടസൽസ് വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് ആണ് ടസൽസ് വരുന്നത്, കോപ്പറാണ് ഇതിൻ്റെ ബോർഡർ വരിക. അപ്പോൾ ഇതിന് വൺ സൈഡ് ബിഗ് ബോർഡർ ആണ്. ബിഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ കൈപ്പത്തിയുടെ വീതിയേ ഉള്ളൂ ഈ ബോർഡറിന്. ഇവിടെ ചെറിയ ബോർഡറാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ്. ഒരു ഹാഫ് സിന്തറ്റിക്, ഒരു ഹാഫ് ലിനൻ ടൈപ്പ് ഓഫ് ഇതാണ് വരുന്നത്. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. ഇതും ഇതുപോലെ ബ്ലാക്കിൽ എന്തെങ്കിലും ബ്രോക്കേഡ് ബ്ലൗസ് ഒക്കെ ഇട്ടാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് സാരിയാണ്. ഇതിൻ്റെ ഒരു കോപ്പർ ബോർഡർ. സാധാരണ കോപ്പറൊക്കെ സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ കണ്ടെല്ലാവരും മടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു വെറൈറ്റി സാരിയിലാകുമ്പോഴത്തേക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാകും. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കുറച്ചൊരു എക്സ്പെൻസീവ് മൾക്കോട്ടൺ സാരീസൊക്കെ പോലത്തെ ഒരു ലുക്കൊക്കെ കിട്ടും. പക്ഷേ കുറച്ചും കൂടി ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ അയയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സാരി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 3 ഷെയ്ഡ് വരുന്നുണ്ട്. അതായത് ഇതിൽ സിൽവർ ഉണ്ട്, ഒരു യെല്ലോയിഷ്, ഒരു ഗോൾഡും ഉണ്ട്. ഇതിൻ്റെ അറ്റത്തൊരു കോപ്പർ ബോർഡറും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാരിയുടെ ഒരു പാറ്റേൺ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പല്ലുവിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിൽ ഇതിങ്ങനെ വരും. ഇങ്ങനെ വിരിച്ചിട്ടാൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ബോർഡർ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അത് ഇവിടെയും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടമുള്ള കളർ ബ്ലൗസ് ഏത് വേണമെങ്കിലും മാച്ച് ചെയ്തിടാവുന്നതാണ്. ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ഇത്. അങ്ങനെ അത്ര കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല വേറെ എവിടെയും. ഇതിനിങ്ങനെ ടസൽസ് ഇങ്ങനെ വരുന്നുണ്ട് അറ്റത്ത്. ഇതിന് വിത്ത് ബ്ലൗസ് കട്ട് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട 2 സാരിയിലും വിത്ത് ബ്ലൗസ് വരുന്നില്ല, ഇതിന് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്, കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയാണ്, ഇതിൻ്റെ അറ്റമൊക്കെ കാണാൻ നല്ല രസമാണ്. ഇതിങ്ങനെ കിടക്കുന്നത് കാണാനൊക്കെ കൊള്ളാം. അപ്പോൾ ഇതാണ് തേർഡ് സാരി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ വരും. ഇതിൽ സിൽവറും വരുന്നുണ്ട്, ഗോൾഡും വരുന്നുണ്ട്. ഇതും സെയിം മെറ്റീരിയൽ തന്നെയാണ്, ട്രാൻസ്പെറൻ്റ് ആണ്.
ഒരു സിന്തറ്റിക് മിക്സാണ്, കോട്ടൺ പോളിസ്റ്റർ മിക്സാണ്, തനി കോട്ടൺ അല്ല. അപ്പോൾ ഇതാണ് അടുത്ത സാരി. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും വാഷ് ചെയ്താൽ. സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഹലോ, അപ്പോൾ ഇതാണ് അടുത്ത സാരി. ഇത് കുറച്ചുകൂടി റിച്ച് ആണ്. ഇത് നേരത്തെ കണ്ടതൊക്കെ കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ കുറച്ചൊരു സോഫ്റ്റ്വെയർ ഇതാണ്. ഇത് കുറച്ച് റിച്ച് ലുക്കുള്ള ഒരു സാരിയാണ്. കാണുമ്പോൾ തന്നെ അറിയുന്നത് ഒറിജിനൽ നമ്മുടെ സെറ്റ് സാരി പോലത്തെ തന്നെ സാരിയാണ്. ഇത് കണ്ടാൽ ശരിക്കും ഗോൾഡ് വീവ് ചെയ്തതാണെന്നേ പറയുള്ളൂ, കാരണം ഇത് അത്രയും നല്ല ഗോൾഡാണ്. ഇത് നല്ല ഭംഗിയുള്ള ഗോൾഡാണ്. അപ്പോൾ ഇത് മെറ്റീരിയൽ വന്നിട്ട് ലിനൻ ആണ്. ഇത് നേരത്തെ പോലെ മിക്സ് ഒന്നുമല്ല, ഇത് ലിനൻ തുണിയാണ്. പ്യുവർ ലിനൻ അല്ല, ഒബ്വിയസ്ലി പ്യുവർ ലിനൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത് ഒരു ഹൈ എൻഡും അല്ല, തീർത്ത് ലോ ബഡ്ജറ്റും അല്ല, ഇടയിൽ നിൽക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓവർലുക്ക്. ഇത് കണ്ടോ, ഇത് ഇത്രയും ഇതിൻ്റെ ലൈൻസ് ഒക്കെ പോകുന്നുണ്ട്. ഇത് കസ്റ്റം ഓർഡറാണ്. ഇത് നമ്മൾ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ച് അവർ നമുക്ക് ഉണ്ടാക്കി തരുള്ളൂ. ഇത് റെഡി സ്റ്റോക്ക് അല്ല അവിടെ വീവേഴ്സിൻ്റെ ഉള്ളത്. ഇത് ഞാൻ നേരിട്ട് വീവേഴ്സിൻ്റെ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇതിന് കുറച്ച് കളർ ഓപ്ഷൻസ് കൂടിയുണ്ട് ഈ ഒരു ലിനൻ മെറ്റീരിയലിന്. ഇതാണ് അതിൻ്റെ ആ ഒരു ലുക്ക്. ഇത് കണ്ടോ, അതിൻ്റെ ഒരു ഗോൾഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സൺലൈറ്റ് തന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് എൻ്റെ കസവ് വരുന്നത്. ഇവിടെ ബിഗ് ബോർഡറും ഇവിടെ ചെറിയ ബോർഡറുമാണ്. ഇത് അത്യാവശ്യം നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിത് പ്ലീറ്റ്സ് വെച്ചിട്ട് കൊടുക്കാം, അല്ലാതെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല ട്രാൻസ്പെറൻ്റ് ആണ്, കണ്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഭംഗി. നല്ല ഭംഗിയാണ് ഇത് കാണാൻ, ഭയങ്കര ലുക്കാണ്. ഇതിനൊരു റെഡ് ബ്ലൗസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റർ ബ്ലൗസാണ് കുറച്ചുകൂടി മാച്ച് ആവുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൗസ് ഇട്ടുകൊണ്ട് ഇത്രയും സാരി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള സമയം പോകുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാരിയുടെ ലുക്ക്. ഇത് ഭയങ്കര രസമാണ് ഇത് കാണാൻ. കണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പുറത്തെ സൈഡ് സ്മോളർ ബോർഡറാണ്. ഇതിൻ്റെ പല്ലുവാണ്, കണ്ടോ, നല്ല ഭംഗിയുള്ള പല്ലുവാണ്. ഇത് ലിനൻ സാരി. ഇതിങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം, പ്ലീറ്റ്സ് എടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ പ്ലീറ്റ് ആണെങ്കിലും കൊടുക്കാം. ഭയങ്കര ഭംഗി ഇത് കാണാൻ. ഇതൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ ഞാനിത് അയച്ചു തരാം. ഇതിന് അഥവാ എൻ്റെ കയ്യിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാൽ നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാനിത് അവരോട് ചോദിച്ചിട്ട് അവർ മേക്ക് ചെയ്ത് തരുമെന്നുണ്ടെങ്കിൽ ഞാനത് അവൈലബിൾ ആക്കി തരാം. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് പറയണം. ഹലോ, ഈ സാരി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ സാരി കാതൽ സിനിമ, അതായത് മമ്മൂട്ടിയും ജ്യോതികയും അഭിനയിച്ച, നമ്മൾ മമ്മൂക്കയും ജ്യോതികയും കൂടെ അഭിനയിച്ച കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഒരു പ്രസ് മീറ്റ് പോലെ. അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ഒരു ജ്യോതിക മാം ഉടുത്തിരുന്നൊരു സാരിയാണ്. നിങ്ങൾ കുറച്ച് പേര് ആ വീഡിയോ ഒന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ സെയിം എക്സാക്ട് സാരിയാണിത്. അതിനകത്ത് ജ്യോതിക ഒരു ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഗ്രേ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇടാം. ബ്ലാക്ക് ഇടാം, റെഡ് ഇടാം, ഗ്രേ തന്നെ ഇടാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കളർ മാച്ചിങ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രേ സാരിക്ക് നന്നായിട്ട് ചേരും. ഇത് നേരത്തെ കണ്ട വൈറ്റ് സാരിയുടെ സെയിം സാരിയാണ്, കളർ ഗ്രേ ആണെന്നേ ഉള്ളൂ. ഇതിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാനിത് കുറേ തപ്പി, ഇത് എവിടെയെങ്കിലും കിട്ടുമോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാരി എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ ഇതിൻ്റെ കസവ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. നല്ല ലുക്കുള്ളൊരു സാരിയാണ്. അപ്പോൾ ഇതാണ് ആ സാരി. ഇത് ഗ്രേ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇതിന് വിത്ത് ബ്ലൗസ് കട്ട് ചെയ്യാനുണ്ട്, പക്ഷേ ഇത് വിത്ത് ബ്ലൗസ് തയ്ക്കുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഒരു ലിനൻ ടൈപ്പ് തുണിയാണ്. അപ്പോൾ ഇത് ചിലപ്പം സ്റ്റിച്ച് വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തൽക്കാലം ഇതിൻ്റെ ഇത് കട്ട് ചെയ്യാതെ നിങ്ങൾ വേറെ ബ്ലൗസ് സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതാണ് സാരി. നമുക്ക് ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടോ. അപ്പോൾ ഭയങ്കര ലുക്കാണ് ഈ സാരി. ഇത് നിങ്ങൾ ആ കാതൽ സിനിമയുടെ പ്രൊമോഷൻ്റെ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ജ്യോതിക മാം കൊടുത്തിട്ടുണ്ട് ഈ സാരി. അപ്പോൾ അറിയാം ഇതിൻ്റെ ഭംഗി എന്താണെന്നുള്ളത്, നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്താണ് ഞാൻ സൺലൈറ്റ് നേരെ അടിക്കുന്ന സമയം നോക്കി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെയൊക്കെ കസവ് കാണാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതാണ് സാരി, കണ്ടോ? സെയിം തന്നെയാണ്, ആ വൈറ്റിൻ്റെ സെയിം തന്നെയാണ്. ഇത് വൈറ്റ് വിത്ത് ബ്ലാക്ക് ത്രെഡ് വരുന്നതുകൊണ്ടാണ് ഇത് ഗ്രേ ആയത്. ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ത്രെഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ആണ് ഈ ഒരു ലുക്ക് വന്നേക്കുന്നത്. ഭയങ്കര രസമാണ് ഇത് കാണാൻ, വലിയ ബോർഡറും സ്മോൾ ബോർഡറും. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആണെങ്കിലും നമുക്ക് സിംഗിൾ പീറ്റ് ഇടുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട്. കണ്ടോ? ഇത് വൈറ്റ് സാരിയുടെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ആ സാരിയുടെ സെയിം കാറ്റഗറിയിൽ പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയും സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഞാനിത് അയച്ചു തരാം. കേരളത്തിനുള്ളിൽ കൊറിയർ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. അത് ഫ്രീ ആണ്, ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരള ആണ് ഷിപ്പിംഗ് ചാർജ് ഞാൻ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇൻസൈഡ് കേരള കൊറിയർ ചാർജ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയ കുറച്ച് സാരി കളക്ഷൻസുമായിട്ട് വീണ്ടും വരാം. അതുവരെ